ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് വേദപരിചയത്തിൽ ഭഗവത്ഗീതയുടെ പങ്ക്. അതിൽ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അടുത്ത് വന്ന് ഭഗവാൻ വ്യാസൻ ഒരു കണ്ണ് കൊടുക്കുകയും ആ കണ്ണ് തൻ്റെ മന്ത്രിയായ സഞ്ജയന് കൊടുക്കുകയും സഞ്ജയൻ കാണിച്ചു തരുന്ന ദൃക്സാക്ഷി വിവരണമാണ് ഭഗവത്ഗീത എന്ന് കണ്ടു. അതിൽ 7 അക്ഷൗണി സൈന്യവും 11 അക്ഷൗണി സൈന്യവും, പാണ്ഡവപക്ഷത്ത് 7 അക്ഷൗണി സൈന്യം, ധാർത്തരാഷ്ട്രപക്ഷത്ത് 11 അക്ഷൗണി സൈന്യം. പലരും തെറ്റിക്കുന്ന ഒരു പദമാണ് പാണ്ഡവരും കൗരവരും എന്ന്. പാണ്ഡവരും കൗരവരുമല്ല, കൗരവർ തന്നെയാണ് എല്ലാവരും. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഗീതയിൽ, കുരുവംശജരെ കണ്ടുകൊള്ളൂ എന്ന്. കുരുവംശജരനെയാണ് 2 കൂട്ടരും. ഒന്ന് പാണ്ഡുവിൻ്റെ മക്കളെന്നും മറ്റൊന്ന് ധൃതരാഷ്ട്രരുടെ മക്കളെന്നും. അപ്പോൾ എവിടെയാണോ പാണ്ഡവർ എന്ന് പറയുന്നത് അവിടെ ധാർത്തരാഷ്ട്രന്മാർ എന്ന് പറയുകയാണ് നല്ലത്. 2 കൂട്ടരും കൗരവരൻ തന്നെയാണ്. അത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, കുരുവംശജരെ കണ്ടോളൂ എന്ന്. നിൻ്റെ വംശക്കാരനെ അത്. ഇത് നമുക്കും ഒരു സന്ദേശമാണ്. ഏത് ജാതിയോ ഏത് മതമോ ആരോ ആവട്ടെ, ഒക്കെ ഒരു വംശം തന്നെയാണ്. മനുവിൻ്റെ മക്കൾ മനുഷ്യന്മാർ. മനു അവബോധന സാമർഥ്യമുള്ളവർ, വേർതിരിച്ചറിയാൻ കഴിവുള്ളവരാണ് മനുഷ്യന്മാർ. അതുകൊണ്ട് ആ മനുഷ്യന്മാരുടെ ഇടയിലാണ് ഈ വേർതിരിവുകളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവിടെ നമ്മൾ ഒരേ വംശക്കാരാണ്, വാസ്തവത്തിൽ ഒരേ വംശക്കാരാണെന്ന് പറയുകയാണ്. അതൊരു സൂചന കൂടി സാന്ദർഭികമായിട്ട് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിതമേ തേഷാം ബലം ഭീമാഭിരക്ഷിതം എന്നുള്ള ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. പറയുകയാണ് ദുര്യോധനൻ തൻ്റെ ആചാര്യനായ ദ്രോണാചാര്യരുടെ അടുത്ത്. അങ്ങ് ആചാര്യനൊക്കെയാണ്, ശരി തന്നെ, ധനുർവേദത്തിൽ അദ്വിതീയനായ ആചാര്യനാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആയുധവിദ്യയിൽ ധനുർവേദം 3 വിധം ആയുധങ്ങളെയാണ് പറയുന്നത്. ഒന്ന് അസ്ത്രവിദ്യ, ഒന്ന് ശസ്ത്രവിദ്യ, ഒന്ന് മന്ത്രവിദ്യ. ധനുർവേദത്തിൽ ഇങ്ങനെ 3 ആയുധവിശേഷങ്ങളെയാണ് പറയുന്നത്: അസ്ത്രം, ശസ്ത്രം, മന്ത്രം. അതിൽ അസ്ത്രം എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് വിട്ടുപയോഗിക്കുന്ന തരം ആയുധങ്ങൾ. വെറും അമ്പും വില്ലും മാത്രമല്ല, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. കയ്യിൽ നിന്ന് വിട്ടുപയോഗിക്കുന്ന തരം ആയുധവിശേഷങ്ങൾ, അതിൻ്റെ മൊത്തം പ്രതീകം. മറ്റൊന്ന് ശസ്ത്രം. ശസ്ത്രം എന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിച്ചുപയോഗിക്കുന്നത് ആണ് ശസ്ത്രക്രിയ എന്നൊക്കെ പറയുന്നത്. കയ്യിൽ പിടിച്ചുപയോഗിക്കുന്നത്, അതൊക്കെ ശസ്ത്രവിദ്യ ഇതിലാണ് വരുന്നത്. പിന്നെ ഒന്നുള്ളത് മന്ത്രം. മന്ത്രം എന്ന് പറഞ്ഞാൽ പുറമേക്ക് കാണാൻ സാധിക്കുന്നതല്ല, മന്ത്രശക്തി. അത് മന്ത്രോപാസനയുടെ സ്ഥിരീകരണത്തിൽ ഉണ്ടാവുന്ന ആന്തരികമായ ശക്തിയാണത്. അത് മറ്റെല്ലാറ്റിനെയും കവച്ചു വയ്ക്കുന്ന ശക്തി തന്നെയാണ്, ഇല്ലെന്നല്ല. പക്ഷെ പുറമേക്ക് കാണാൻ പറ്റുന്ന 2 വിധം ആയുധങ്ങളാണുള്ളത്. ഒന്ന് അസ്ത്രങ്ങൾ, മറ്റൊന്ന് ശസ്ത്രങ്ങൾ. ഇതിൽ അസ്ത്ര ശസ്ത്ര ശാസ്ത്ര പ്രവീണനാണ് ആര്? ദ്രോണാചാര്യർ. അസ്ത്രം, ശസ്ത്രം, അതിൻ്റെ പ്രയോഗം പോരാ, അതിനെക്കുറിച്ചുള്ള ശാസ്ത്രം, അതാണ് ശാസ്ത്രം. അപ്പോൾ ധനുർവിദ്യയിൽ അദ്വിതീയനാണ്. പക്ഷെ ആധ്യാത്മിക ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അയാൾ ദുഷ്ടനുമാണ്. ശിഷ്യൻ്റെ പെരുവിരൽ ദക്ഷിണയായി വാങ്ങി ഇനി ഒരിക്കലും ശിഷ്യൻ ശോഭിക്കരുതെന്ന് പറയുന്ന ആധ്യാത്മിക ദൃഷ്ടിയെ നോക്കുമ്പോൾ ഇത്ര ഒരു നീചനായ ഗുരുനാഥനെ കാണാൻ പറ്റില്ല. എന്നാൽ ആയുധവിദ്യയിൽ, ധനുർവേദത്തിൽ അദ്ദേഹം നിപുണൻ തന്നെയാണ്. അങ്ങനെയുള്ള ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്നിട്ടാണ് ഈ പറയുന്നത് ദുര്യോധനൻ. നമ്മുടെ സൈന്യം ഭീഷ്മനാൽ സംരക്ഷിക്കപ്പെടുന്നതാണെങ്കിലും, സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മരാൽ സംരക്ഷിക്കപ്പെടുന്നവരതാണെങ്കിലും ആ സൈന്യം കൊള്ളാത്തതാണ്, അപര്യാപ്തമാണ് ഉള്ളതങ്ങ് പറയുകയാണ്.
അവരുടെ സൈന്യം 7 അക്ഷൗണി സൈന്യമേ ഉള്ളൂ എങ്കിലും അവരുടെ സൈന്യം പര്യാപ്തമാണ് എന്ന് പറഞ്ഞ സമയത്ത് ഇനി എന്ത് ചെയ്യണം? അതുകൊണ്ട് ഭീഷ്മമേവാമപി രക്ഷന്തു ഭവന്ത സർവയേവഹി, അങ്ങ് സ്വന്തം നിലയ്ക്കൊന്നും വലിയ ആചാര്യനായിട്ട് ചമയൊന്നും വേണ്ട, മറിച്ച് ഞാൻ പറഞ്ഞതങ്ങ് കേട്ടാൽ മതി. അങ്ങയെ വിശ്വസിച്ചാൽ ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ. പിന്നെ മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, പടച്ചട്ടയണിഞ്ഞ് യുദ്ധത്തിന് വന്ന ആളല്ലേ അങ്ങെന്ന്. ദ്വിജശ്രേഷ്ഠ എന്ന് സംബോധന ചെയ്യുന്നുണ്ട്. ഈ അണിഞ്ഞിട്ട് യുദ്ധത്തിന് വരാൻ ബ്രാഹ്മണന്മാർക്ക് എന്ത് അധികാരമുള്ളത്? അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ശമദമങ്ങളാകുന്ന തപസ് പാലിക്കുന്ന ആളാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ്റെ അച്ഛനാര് അമ്മയാരെന്ന് ചോദിക്കേണ്ട. ജന്മം കൊണ്ടല്ല ബ്രാഹ്മണൻ, കർമ്മം കൊണ്ടാണ്. അതിൽ സംശയമൊന്നുമില്ല. എൻ്റെ അച്ഛനും അമ്മയും ബ്രാഹ്മണനാണ്, അതുകൊണ്ട് ഞാനും ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെയാണെങ്കിൽ ഡോക്ടറുടെ മക്കൾ ഡോക്ടറാണെന്ന് പറയേണ്ടി വരും, സന്യാസിയുടെ മക്കളാണ് സന്യാസി എന്ന് പറയേണ്ടി വരും. അതെങ്ങനെയാണ്? സന്യാസിക്ക് മക്കളുണ്ടാവില്ലല്ലോ. എൻ്റെ അച്ഛൻ സന്യാസിയായിരുന്നു, ഞാൻ സന്യാസി ആവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജന്മന അല്ല ബ്രാഹ്മണൻ, കർമ്മണ ആണ്. ഈ ഒരു തത്വത്തെ നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട്. ഇന്ന് ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ യജ്ഞോപീതം ധരിച്ചാൽ ബ്രാഹ്മണനാണെന്നാണ് നമ്മൾ വിചാരിക്കുക. അതുകൊണ്ട് തന്നെ എത്രയോ ക്ഷേത്രങ്ങളിൽ ഇനിയിപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന വലിയൊരു വിപത്തുണ്ട്. നമ്പൂതിരിനെ കിട്ടാത്തതുകൊണ്ട് പൂജ മുടങ്ങുന്ന ഗതികേടിലേക്കാണ് പോകാൻ പോണത്. സമൂഹത്തിന് എപ്പോഴും നമ്പൂതിരി വേണമെന്നാണ്. നമ്പൂതിരിയും ബ്രാഹ്മണനും ഒന്നല്ല, നമ്പൂതിരിക്കും ബ്രാഹ്മണനാവാം. ബ്രാഹ്മണ്യത്തിലേക്ക് ആർക്കും ഉപാസന കൊണ്ട് ഉയരാം, ഗുണം കൊണ്ട് ഉയരാം. പക്ഷേ നമ്പൂതിരിക്കേ ആവാൻ പറ്റൂ എന്നൊരു ശാസ്ത്രം പറഞ്ഞിട്ടില്ല. വിദ്യ കൊണ്ടാണ് ബ്രാഹ്മണനാവുന്നത്. ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജനിച്ചവൻ എന്നാണ്. എല്ലാവരും ഒരേപോലെ തന്നെ ജനിക്കുന്നത്. പിന്നെ ഉപനയനാദി സംസ്കാരം ചെയ്ത്, ഉപേനയതീതി ഉപനയനം, ഗുരുവിൻ്റെ ഗുരുകുലവാസം ചെയ്ത് ശാസ്ത്രം അഭ്യസിച്ച് അങ്ങനെ ഒരു നവീന സംസ്കാരത്തോടു കൂടി ജനിക്കുന്ന ജന്മത്തിന് പറയുന്ന പേരാണ് ബ്രാഹ്മണൻ എന്ന്. സത്വഗുണ സമ്പന്നനായിരിക്കണം ബ്രാഹ്മണൻ. ശമതവങ്ങളാകുന്ന തപസ്സനുഷ്ഠിക്കുന്ന ആളായിരിക്കണം ബ്രാഹ്മണൻ. ബ്രഹ്മജ്ഞാനീത്വ ബ്രാഹ്മണ എന്നും അർത്ഥമുണ്ട്. ഇതൊന്നുമല്ല ഇവിടെ കാണുന്നത് നൂലിട്ടാൽ ബ്രാഹ്മണനായി. എങ്കിൽ ബ്രാഹ്മണൻ്റെ വില എത്രയാ? നൂലിൻ്റെ വിലയാണ്. 50 പൈസ 1 രൂപയോ കൊടുത്താൽ നൂല് കിട്ടും. സന്യാസിയുടെ വില എന്ന് പറഞ്ഞാലോ കാഷായത്തിൻ്റെ വിലയാണ്. കാഷായം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വസ്ത്രം എന്നൊക്കെ പറയുന്നത് ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവരുന്ന മണ്ണാണ്. ഈ മണ്ണ് അവിടെ 20 രൂപ കൊടുത്ത 1 കിലോ മണ്ണ് കിട്ടും. അത് ഇവിടെ കൊണ്ടുവന്ന് വെള്ള വസ്ത്രം അത് കലക്കി അത് മുക്കിക്കഴിഞ്ഞാൽ അത് ഈ കളറാവും, മണ്ണിൻ്റെ കളറാവും. അങ്ങനെ ശുഭ്രവസ്ത്രം മണ്ണ് മുക്കി എടുക്കുമ്പോഴാണ് കാഷായം ആവുന്നത്. അപ്പോൾ എത്രയാണ് സന്യാസത്തിൻ്റെ വില? 20 രൂപയെ കൊണ്ട് ഒരുപാട് മുക്കാം. ഇപ്പം അടുത്ത് വാങ്ങിയ മണ്ണിന് വില 80 രൂപയാണ് കിലോന്. ഹിമാലയത്തിൽ കിട്ടുന്ന മണ്ണാണ്. അപ്പോൾ ഈ മണ്ണ് മുക്കുക എന്ന് പറയുന്നത് മണ്ണ് ഒരച്ചുണ്ടാക്കിയിട്ട് അത് മുക്കുന്നതാണ് ഈ വസ്ത്രം. അതാണ് കാഷായം. കഷായം മുക്കിയിട്ട് കാഷായം ഉടുക്കുക എന്നാണ് പറയുക. ഉള്ളിൽ കഷായവും പുറത്ത് കാഷായവുമായിട്ട് കാര്യമില്ല. പുറത്ത് കുറച്ച് കഷായമൊക്കെ ആവാം, ഉള്ളിൽ കാഷായമാവണം. കാഷായം എന്ന് പറഞ്ഞാൽ ത്യാഗം, സഹനശക്തി, ക്ഷമ, സഹാനുഭൂതി തുടങ്ങിയ സനാതന ധർമ്മ ഗുണങ്ങൾ. അപ്പോൾ കാവിയുടെ വിലയല്ല സന്യാസിയുടെ. സന്യാസിക്ക് കാവിയാവാം, വക്കീലിന് കോട്ടാവാം. കോട്ടിട്ടവരൊക്കെ വക്കീലല്ല. നൂലിട്ടവരൊക്കെ ബ്രാഹ്മണനല്ല. നൂല് ചിലപ്പോൾ താക്കോൽ തൂക്കാനോ അരയിൽ കെട്ടാനോ ഒക്കെ ആവാം. അപ്പം ബ്രാഹ്മണന് ആവശ്യമുണ്ട്. നൂലിട്ടവർ ബ്രാഹ്മണനാവില്ല. നൂലിട്ട ബ്രാഹ്മണനാവുന്നെങ്കിൽ നൂലിൻ്റെ വിലയാണ്. കാവിയെടുത്താൽ സന്യാസി ആവുന്നുണ്ടെങ്കിൽ ആ മണ്ണിൻ്റെ വിലയാണ്. അപ്പം അതുകൊണ്ട് ഇത് ലോകം തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, ബ്രാഹ്മണിൽ ശ്രേഷ്ഠനായ ഒരാളെ എന്തിനു വേണ്ടി യുദ്ധക്കളത്തിൽ വന്നു? അത് ബ്രാഹ്മണൻ്റെ പണിയല്ലല്ലോ. ബ്രാഹ്മണൻ്റെത് പഠിക്കുക എന്നുള്ളതാണ് ബ്രാഹ്മണൻ്റെ ഗുണം.
നല്ലൊരു അധ്യാപകനെ കാണുന്നുണ്ട്, അത് ഏത് ജാതിയിലോ ഏത് മതത്തിലോ പെട്ട ആളാവട്ടെ, അയാൾ ബ്രാഹ്മണനാണ്. അധ്യാപനം എന്നുള്ളത്, പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ള കർമ്മം ആർക്കാണോ ചെയ്യാൻ കഴിയുക അവർ ബ്രാഹ്മണരാണ്. അപ്പോൾ നല്ലൊരു അധ്യാപകനെ കാണുന്നുണ്ടെങ്കിൽ, നല്ലൊരു ടീച്ചറെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പ് അയാൾ ബ്രാഹ്മണനാണ്. അല്ലാത്തവർക്ക് ടീച്ചർ ആവാം, പക്ഷേ കുട്ടിയെ പഠിപ്പിക്കുകയല്ല ചെയ്യുക. അയാൾ പഠിപ്പിക്കുക എന്ന് പറയും, ടീച്ചറാന്ന് പറഞ്ഞ് നടക്കും, പക്ഷേ അവിടെ വല്ല സംഘടനാ പിരിവൊക്കെ ആയിരിക്കും, രസീറ്റ് ബുക്കും കൊണ്ട് നടക്കുകയായിരിക്കും, കുട്ടിയെ പഠിപ്പിക്കില്ല. അധികം സ്റ്റാഫ് റൂമുകളിൽ ഇരിക്കുന്ന ടീച്ചർമാരുമായിട്ട് സംവദിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിൽ കാണാറുണ്ട്. അവിടെ സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്നത് എന്താണെന്നറിയോ? സ്റ്റാഫ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ശമ്പള വർധനവിനെ കുറിച്ചായിരിക്കും അധികം സംഭാഷണം. എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം എന്നുള്ളതിലല്ല. അവിടെ അലവൻസ് എത്ര കിട്ടും, ശമ്പളം എത്ര കിട്ടും എന്നുള്ളതാണ്. അപ്പം ആ ചർച്ച എങ്ങനെ ഞാൻ ചെയ്യേണ്ട ബാധ്യതകൾ നിറവേറ്റി എന്ന് അവർ ചിന്തിക്കുന്നില്ല. ഇനി അഥവാ ബ്രാഹ്മണനല്ലാത്ത ക്ഷത്രിയനായ ഒരാൾ ശമ്പളം വിചാരിച്ച് അധ്യാപകൻ്റെ ജോലി എടുത്താൽ എന്താവും? കുട്ടിയുടെ ചെവിയൊക്കെ കയ്യിൽ പോകുന്നു എന്ന് വരും. ദേഷ്യം പിടിച്ചാൽ ചിലപ്പോൾ ദേഷ്യം ഇറങ്ങിക്കൊള്ളുന്നില്ല. കുട്ടിക്ക് വേണ്ടിയാണ് ദേഷ്യം പിടിച്ചതെന്ന് അങ്ങ് മറന്നുപോകും, വിവേകം നഷ്ടപ്പെടും. ഇത് തിരിച്ചും ബ്രാഹ്മണനായ ഒരാൾ പട്ടാളക്കാരനായാൽ എന്തുണ്ടാവും? പാകിസ്ഥാനിൽ നിന്നൊക്കെ അങ്ങോട്ട് വെടി വരുമ്പോഴാവും ആലോചിക്കുക, ഞാനോ മറ്റോ തിരിച്ച് വെടി വെച്ചാൽ അയാളുടെ ഭാര്യ വിധവയാവില്ലേ, കുട്ടികൾ അനാഥരാവില്ലേ എന്ന്. ആ ആൾ ആ പണിക്ക് പറ്റില്ല. ഇവിടെ അതേപോലെയാണ് ഇവിടെ പറഞ്ഞത്. ഓരോരോ സ്വഭാവ ഗുണവിശേഷങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം അവരവരുടെ കർമ്മം, എങ്കിലേ അത് ശോഭിക്കൂ. ശമ്പളം വിചാരിച്ച് കൂലി വിചാരിച്ച് ജോലിക്ക് പോയാൽ അത് സംഘർഷമായിരിക്കും. അവനവന് അശാന്തി. അവരേത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് ആ മേഖലയിലേക്ക് ഒരിക്കലും വളർച്ച ഉണ്ടാവില്ല. ആ മേഖലയിൽ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ അവനവൻ്റെ സ്വഭാവ ഗുണവിശേഷങ്ങൾ അനുവദിക്കുന്ന ജോലി തിരഞ്ഞെടുക്കണം. പോരാ, അതിൽ വെറും കൂലിയല്ല, വെറും ശമ്പളം മാത്രമല്ല, താൻ ചെയ്യുന്ന ജോലിയോട് ചേർച്ച ഉണ്ടാവും, അതിനോട് നീതി പുലർത്തും. എൻ്റെ കർത്തവ്യം ഞാൻ ചെയ്തിരിക്കും, ബാധ്യതകൾ നിറവേറ്റും. ഇന്നതല്ല, ഇന്ന് അവകാശങ്ങൾ നേടിയെടുക്കാൻ എന്ന് പറഞ്ഞ് മുഷ്ടിയുരുട്ടി പ്രസംഗിക്കുന്നവരുടെ എണ്ണമാണ് കൂടുന്നത്. അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ബാധ്യതകളെ നിറവേറ്റുക തന്നെ വേണം. അത് തിരിച്ചറിയാൻ കഴിയണം. അധ്യാപനം ബ്രഹ്മയജ്ഞമാണ്. ഒരു ടീച്ചറാവുക എന്നുള്ള ഏറ്റവും വലിയൊരു യജ്ഞമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്രാഹ്മണൻ്റെ പണി അല്ല എടുക്കുന്നത്. പടച്ചട്ടയണിഞ്ഞ് യുദ്ധകളത്തിൽ വന്നവനെ എന്ന് വിളിച്ചാൽ പരിഹാസപൂർവമാണ് ആ വിളിക്കുന്നത്. യുദ്ധകളത്തിൽ വരേണ്ട ആളല്ലല്ലോ അങ്ങേ പോലെയുള്ളവർ യുദ്ധകളത്തിൽ വന്നാൽ ഇങ്ങനെയൊക്കെ നടക്കൂ എന്ന് ഒരു ധ്വനി അതിലറിയാതെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? അങ്ങയെ കണ്ടിട്ടൊന്നും അല്ല യുദ്ധം തുടങ്ങുന്നത്. ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത സർവ ഏവ ഹി. ഭീഷ്മരെ മാത്രം കാത്തിട്ടാണ് അപ്പോൾ ഈ യുദ്ധം തുടങ്ങുന്നത്. കാരണം സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മരെ അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിത ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത സർവ ഏവ ഹി. അവനവൻ്റെ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഭീഷ്മരെ തന്നെ കാത്തുരക്ഷിച്ചാൽ മതി. അഥവാ നപുംസകത്തോട് ഭീഷ്മർ യുദ്ധം ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശിഖണ്ഡി മുന്നിൽ വരാതെ നോക്കിയാൽ മതി, നിങ്ങളെ പണി അതാണ്. അല്ല, നിങ്ങളാരും ഇപ്പോൾ യുദ്ധം ചെയ്യാനൊന്നും പോകണ്ട, ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് ദുര്യോധനൻ പറയുകയാണ് ചെയ്യുന്നത്. ഭീഷ്മരെ കാത്തോളൂ, ഭീഷ്മർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമുക്ക് പരാജയമില്ല. പക്ഷേ ആ ഭീഷ്മരാണ് വീണത്. ഏതായാലും ഇത് കേട്ടപ്പോഴേക്ക് ഭീഷ്മർക്ക് അങ്ങ് സന്തോഷം വന്നു. വാസ്തവത്തിൽ സന്തോഷം വന്നിട്ടൊന്നുമില്ല. ഭീഷ്മർക്കും ആരോടാണ് കൂറ്? യാതൊരു സംശയമില്ല, പാണ്ഡവരോടാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദത്മൗ പ്രതാപവാൻ. അപ്പോഴേക്ക് തൻ്റെ ശംഖത്തെ അങ്ങ് മുഴക്കി, ഞാൻ എല്ലാ പ്രകാരത്തിലും യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് അങ്ങ് അറിയിച്ചു. ആർക്ക്? ദുര്യോധനന് സന്തോഷം വരാൻ വേണ്ടിയിട്ട്. ദുര്യോധന സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ പ്രകാരത്തിലും യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ട് ആ ഭീഷ്മര് ശംഖത്തെ മുഴക്കി. ശംഖം, ശംഖം, കം എന്ന് പറഞ്ഞാൽ ആകാശം.
ശം എന്ന് പറഞ്ഞാലോ സുഖം, ആകാശം പോലെയുള്ള സുഖം. അതെങ്ങനെയാണ്? അനന്തമാണ് ആകാശം, അനന്തമായ സുഖം. അതാണ് ശാന്തി, ശാശ്വതമായ ശാന്തി. ആ ശാന്തിധ്വനി മുഴക്കുന്ന ശബ്ദമാണ് ശംഖ്. ഈ ശംഖാണ്, ശംഖധ്വനിയാണ്, ശാന്തിധ്വനിയാണ് അത് മുഴക്കുന്നത്. അത് മുഴക്കുന്നത് എന്തിനാ? ഇവിടെ നല്ലൊരു കാര്യം തുടങ്ങാനായിട്ടുണ്ട്. ഇത് നല്ല കാര്യമാണോ? എന്നാലും നല്ല കാര്യമാവട്ടെ. ഏതായാലും അങ്ങനെ യുദ്ധം തുടങ്ങാനായി എന്നുള്ള സംജ്ഞ കൊടുത്തു കഴിഞ്ഞു. ആ സമയത്ത് അതാ തദശങ്കാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖ സഹസൈവാഭ്യ ഹന്യന്ത സശബ്ദസ്തുമുലോ ഭവത്. ആനവങ്കം, ഗോമുഖം, വാനകം, ഒരുപാട് വാദ്യവിശേഷങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഗോമുഖം എന്നൊക്കെ പറഞ്ഞാൽ പശുവിൻ്റെ മുഖം പോലെയുള്ളത് എന്നൊക്കെ പറയും. പണവം, ആനക, ഗോമുഖം തുടങ്ങിയ വാദ്യവിശേഷങ്ങളൊക്കെ ഒന്നിച്ചങ്ങ് മുഴക്കി. ഒരച്ചടക്കമില്ലായ്മ. അതാണ് ദുര്യോധന പ്രവൃത്തികളുടെ അച്ചടക്ക രാഹിത്യത്തെ കാണിക്കുന്ന ശബ്ദമായിരുന്നു പിന്നത്തെ വാദ്യഘോഷങ്ങൾ. ഒരിക്കലും വാദ്യഘോഷങ്ങൾ അങ്ങനെ മുഴക്കാൻ പാടില്ല. ഓരോ വാദ്യങ്ങളും മുഴക്കാൻ അതിൻ്റേതായ ക്രമങ്ങളുണ്ട്. ഒന്നിച്ച് മുഴക്കിയാൽ ഒന്നിച്ചൊരു ശബ്ദമേ ഉണ്ടാവുള്ളൂ, എന്താണെന്നൊന്നും മനസ്സിലാവില്ല. ഇതുപോലെ അത് അച്ചടക്കമില്ലായ്മയാണ്. നമ്മളൊക്കെ അച്ചടക്കമുള്ളവരാണോ എന്നറിയണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ വീടുകളിലൊക്കെ പോയി നോക്കിയാൽ മതി. കുട്ടികളാവുമ്പോൾ പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടോ? വസ്ത്രമൊക്കെ ശരിക്കും മടക്കി വെച്ചിട്ടുണ്ടോ? അവർ പെരുമാറുന്ന റൂമുകൾ, അവരുടെ ജീവിതം തന്നെ ഒരു അച്ചടക്കം ഉണ്ടാവും. എല്ലാവരും അടുക്കും ചിട്ടയുണ്ടാവും. മുഴുവൻ വാരി വിതറിയിട്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പാണ് അവരുടെ സ്വഭാവം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും പെരുമാറ്റ രീതിയിൽ നിന്ന് തന്നെ അവരുടെ സ്വഭാവം ഒരു വിധമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആരെങ്കിലും വരുമ്പോൾ ചെയ്യുന്നതല്ല, നിത്യവും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്രമവുമില്ലാതെ വാദ്യഘോഷങ്ങൾ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് മുഴക്കേണ്ട സ്ഥാനത്ത് ഒന്നിച്ചങ്ങ് കുറുക്കൻ ഓരിടുന്ന പോലെ ഒന്നിച്ചങ്ങ് മുഴക്കി കളഞ്ഞു. ഒരച്ചടക്കവും ഇല്ലായ്മ. അതിനുശേഷം അതാ പിന്നെ എന്താ ഉണ്ടായത്? ഇവർ എല്ലാ പ്രകാരത്തിലും യുദ്ധത്തിന് തയ്യാറാണെന്ന് അറിയിച്ചപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായില്ല. എന്തൊക്കെയോ ഒരു ശബ്ദം. അപ്പോഴതാ 4 വെള്ളക്കുതിരകളെ പൂട്ടിയ രഥത്തിലേറിക്കൊണ്ട് മാധവനും പാണ്ഡവനും ഇതാ വരുന്നു. പറയാണ് തതശ്വേതൈർഹയറിയുക്തേ മഹദിസ്യന്തനേ സ്ഥിതൗ മാധവ പാണ്ഡവാശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മധുഃ പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമാവൃഗോദരഃ. മാധവനും പാണ്ഡവനും ആരാ? പാണ്ഡവൻ എന്ന് പറഞ്ഞത് ഇവിടെ അർജുനനെ. മാധവൻ എന്ന് പറഞ്ഞതോ മായുടെ ലക്ഷ്മി ദേവിയുടെ ധവൻ ഭർത്താവ് വിഷ്ണു തന്നെ കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണനും വന്നു. എങ്ങനെയാണ് വന്നത്? 4 വെള്ളക്കുതിരകളെ പൂട്ടിയ രഥത്തിലേറിക്കൊണ്ട്. അർജുന രഥത്തിൽ 4 കുതിരകളാണുള്ളത്. ചില ചിത്രത്തിലൊക്കെ കാണാം 5 കുതിരകളൊക്കെ. അത് കഠോപനിഷത്തിലെ രഥരൂപകൽപ്പനയിലാണ് 5 ഇന്ദ്രിയങ്ങളെ 5 കുതിരകളായി കൽപ്പിച്ചിരുന്നത്. മഹാഭാരതത്തിൻ്റെ ഭാഗമാണ് ഗീത. മഹാഭാരതത്തിൽ അർജുന രഥത്തിൽ 4 കുതിരകളാണുള്ളത്. ഇവിടെ അത് പറഞ്ഞിട്ടില്ലെങ്കിലും ഗീത ഒരു സ്വതന്ത്ര ഗ്രന്ഥമല്ല, മഹാഭാരതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അതിന് സ്വതന്ത്ര ഗ്രന്ഥമായി വ്യാഖ്യാനിച്ചുകൂടാ. അതുകൊണ്ട് അർജുന രഥത്തിൽ 4 കുതിരകൾ തന്നെയാണ്. തതശ്വേതൈർഹയറിയുക്തേ എന്ന് പറഞ്ഞതുകൊണ്ട് 4 കുതിരകൾ വെള്ളക്കുതിരകളാണെന്ന് അർത്ഥമാക്കുന്നു. ആ 4 കുതിരകളെ പൂട്ടിയ രഥത്തിലേറിക്കൊണ്ട് മാധവനും പാണ്ഡവനും വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ. പഞ്ചജൻ എന്ന അസുരനെ കൊന്ന് നേടിയ ഇതായതുകൊണ്ട് പാഞ്ചജന്യം എന്ന ശംഖത്തെ മുഴക്കി. പിന്നെ ചെന്നായയെപ്പോലെ വയറുള്ളവൻ, അതാണ് വൃഗോദരൻ. വൃഗം എന്ന് പറഞ്ഞാൽ ചെന്നായ. എത്ര ഭക്ഷിച്ചാലും വയറൊട്ടിയും കൊണ്ട്, എത്ര ക്രൂരകർമ്മങ്ങൾ ചെയ്താലും ഞാനൊന്നും ചെയ്തില്ലേ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾ. അതിനെ ഉപമിച്ചതാണ് ഭീമനെ. അങ്ങനെയുള്ള ഭീമനും തൻ്റെ സാന്നിധ്യം അറിയിച്ചു. ഞാനും സർവ്വവിധത്തിലും തയ്യാറാണെന്ന് അറിയിച്ചു. അങ്ങനെ യുദ്ധം തുടങ്ങാൻ വേണ്ടി
സംജ്ഞകൾ കൊടുത്തു കഴിഞ്ഞു. സർവപ്രകാരത്തിലും രണ്ട് പക്ഷക്കാരും തയ്യാറായി നിന്നു. ആ സമയത്താണ് അർജുനനൊരു മോഹം. എന്താ മോഹം? രണ്ട് സേനകളുടെയും ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ രഥത്തെ ഒന്ന് നിർത്തൂ ഹേ ഡ്രൈവറേ എന്നൊരു വാക്ക് ഭഗവാനോട് പറഞ്ഞു. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത യാവതേതാൻ നിരീക്ഷേഹം യോദ്ധു കാമാനവസ്ഥിതാൻ കയർമയ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. അപ്പോൾ ഭഗവാനെ ഒരു ഡ്രൈവറായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ സംഗതി വിളിക്കുന്നുണ്ട് അച്യുതാന്നൊക്കെ, ച്യുതിയില്ലാത്തവനെ നാശമില്ല, അതൊക്കെ വാക്കിൽ തന്നെയുള്ളൂ. ഭഗവാന്റെ ആ നാശമില്ലാത്ത ഭാവത്തെ അർജുനൻ ഇപ്പോൾ കണ്ടിട്ടില്ല. കാണാൻ പോകുന്നുണ്ട്, ഇപ്പോൾ കണ്ടിട്ടില്ല. ഇപ്പം കേവലം തൻ്റെ വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറുടെ തലത്തിൽ മാത്രമാണ് കാണുന്നത്. ഭഗവാൻ തൊഴിലാളിയാണ്, മുതലാളിയല്ല. അർജുനനാണ് ഇവിടെ മുതലാളി. അതുകൊണ്ട് അവിടെ ഡ്രൈവറോട് സേനയോരുഭയോർ മധ്യേ, രണ്ട് സേനകളുടെയും മധ്യേ കൊണ്ടുപോയി എൻ്റെ രഥത്തെ നിർത്തൂ ഹേ ഡ്രൈവറെ. എന്തിനു വേണ്ടി നിർത്തണം? ഏതുവരെ നിർത്തണം? യാവതേതാൻ നിരീക്ഷേഹം യോദ്ധു കാമാനവസ്ഥിതാൻ കൈർമയ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. ഏതുവരെ നിർത്തണം? ആരോടൊക്കെയാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടതെന്നും ആരൊക്കെയാണ് എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നതെന്നും ഞാൻ വ്യക്തമായി കാണുന്നത് വരെ എൻ്റെ സേനയെ കൊണ്ടുപോയി നിർത്തിയാൽ. അല്ല വെറുതെ അങ്ങ് കൊണ്ടുപോയി പോന്നാൽ പോരാ. ഈ അർജുനൻ അറിയില്ലായിരുന്നുവോ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന്? ശരിക്കും അറിയുന്ന ആൾ തന്നെ അർജുനൻ. എന്നിട്ടാണ് യുദ്ധത്തിന് വന്നത്. പോരാ, യുദ്ധം സതുദ്യമമാണ്, സമുദ്യമമാണ്, സമ്യക് ഉദ്യമമാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. നല്ലതാണെന്ന്, ഒരിക്കലും മോശമാണെന്ന് അർജുനൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം പറയുകയാണ് രണ്ട് സേനകളുടെയും മധ്യേ കൊണ്ടുപോയി നിർത്തൂ എന്ന് പറഞ്ഞാൽ മുമ്പ് അറിയാം, നമുക്കൊക്കെ അറിയാലോ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പലവിധ ഘട്ടങ്ങളെ, പ്രതിസന്ധികളെ. യുദ്ധം പോലെ സങ്കീർണമായൊരു ഘട്ടം നമുക്കൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ലെന്ന് പറയാൻ വയ്യ. അടർക്കളത്തിൽ വന്നവൻ അടരാടേണ്ടവനാണ്. പക്ഷെ അവിടെ ഉപദേശിച്ചു, ആ അടർക്കളത്തെ ഉപദേശഭൂമിയാക്കി മാറ്റി ഭഗവാൻ. അതാണ് അവിടുത്തെ ശ്രേഷ്ഠത. അപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ ഏറ്റവും ഉന്നതമായൊരു സ്ഥാനമാണ് യുദ്ധം. യുദ്ധം അതീവ സങ്കീർണമാണ്. അതുപോലെ ഒരു പ്രതിസന്ധി നമുക്ക് അവപ്പെട്ടിട്ടില്ല എത്രയൊക്കെ വന്നാലും. അത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഉപദേശിക്കപ്പെട്ടതാണ് ഗീത എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിബന്ധങ്ങൾ ജീവിതത്തിൽ വരട്ടെ, ആ സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് വളരെ ശക്തമായി നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഗീതോപദേശം. എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിൽ വരട്ടെ, ആ സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് തുണയായി മാറും ഗീത. കാരണം ആ സന്ദർഭത്തിൽ ഉപയോഗിച്ചതാണ് ഈ ഗീത. അങ്ങനെ അടർക്കളത്തിൽ വന്ന് എന്ത് ചെയ്തു? ഇവിടെ രണ്ട് സേനകളുടെയും മധ്യേ കൊണ്ടുപോയി നിർത്തൂ എന്നാവശ്യപ്പെട്ടു. ഭഗവാൻ എന്ത് ചെയ്തു? കേട്ട വടെ രണ്ട് സേനകളുടെയും മധ്യഭാഗത്ത് കൊണ്ടുപോയി നിർത്തി. 64 കിലോമീറ്റർ നീളവും 64 കിലോമീറ്റർ വീതിയുമുള്ള ആ കുരുക്ഷേത്ര ഭൂമിയിൽ രണ്ട് സേനകളുടെയും മധ്യേ കൊണ്ടുപോയി നിർത്തുമ്പോൾ അത് വളരെ വിസ്തൃതമായിരിക്കും. ഭഗവാൻ മനസ്സിലാക്കി, ആരൊക്കെ കണ്ടാൽ അർജുനൻ്റെ ഉള്ളിൽ ശോകമോഹങ്ങൾ ഉണ്ടാകുമോ അവരുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. എവിടെ വേണമെങ്കിലും നിർത്താമായിരുന്നു, മധ്യഭാഗം കുറേ ഉണ്ടാവുമല്ലോ. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? ഈ പറയുന്നതൊന്നുമല്ല നേരിട്ട് അഭിമുഖീകരിക്കേണ്ടി വന്നാൽ നമുക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇപ്പം പറയാം പ്രതിസന്ധികളെ ഞാൻ തരണം ചെയ്യുമെന്നൊക്കെ, പക്ഷെ ഒരു ഘട്ടം വരുമ്പോൾ നമ്മുടെ തനി സ്വഭാവം മനസ്സിലാവും. അത് നമ്മളെ മനസ്സിലാക്കിയാണ് ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത്. അത് നമുക്ക് അടുത്ത സന്ദർഭത്തിൽ നമുക്ക് ചിന്തിക്കാം. ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് തരണം ചെയ്യേണ്ടത്, ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം, ആർജവം നമുക്ക് ഉണ്ടാക്കി തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപസംഹരിക്കുന്നത്. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.